അൽഹംദുലില്ലാ. ഈ കുപ്പായിട്ടപ്പോഴാണ് ഈ താജുദ്ദീന്റെ മോനായത് മുജീബേ. അപ്പൊ നമ്മൾ ഇന്നലെ വരെ സലീം കോടത്തൂറിന്റെ മോനായിരുന്ന ആ ശൈത്താന്റെ കോലം അങ്ങ് മാറിയെന്ന് അല്ലേ റംല? ഇപ്പൊ ഇബ്ലീസിന്റെ കൂട്ടായി. ബാപ്പ പെരുന്നാളിന് എല്ലാരും പല വർണ്ണങ്ങളിലുള്ള ഷർട്ട് ഇട്ടോണ്ടാണ് വരണത്. ഞമ്മക്ക് മാത്രം എന്തൊരു കോയപ്പാന്റെ ഷർട്ട്. ഷർട്ട് മാത്രമല്ല, മുണ്ടും അടിവസ്ത്രം വരെ ഉണ്ട്. തലമുറയായിട്ട് കൈമാറി വരണതാണേ. ഞമ്മളോടുള്ള ഹലാക്കിന്റെ അവലും കഞ്ഞിയും. റംല, നമ്മളോടൂല. അതല്ല, ഓനെ തിരുത്താൻ. മക്കളെ മുജീബ്, ഈ ഉമ്മ പറയണത് കേക്കോ? കേക്കൂല. കണ്ട കേക്കൂല. നല്ല അനുസരണമുള്ളവനാണ്. ചോദിച്ചപ്പോ തന്നെ മറുപടി കിട്ടി. ഈ കുപ്പായത്തിന് എന്താണ് കുഴപ്പം? ഈ കുപ്പായത്തിന് എന്തൊരു കുഴപ്പമാണ് ഇല്ലാത്തത്? ബാപ്പാക്കും കൂടെ ഇതിന്റെ അകത്ത് കയറിയിരിക്കാൻ സ്ഥലമുണ്ട്. നമുക്കേ പള്ളിയിൽ പോയി സയാമി സിരട്ടകളെ പോലെ നിസ്കരിക്കാം. അത് നമുക്ക് ടൈലർ ധർമ്മന്റെ കൊടുത്ത് ഫിറ്റാക്കാം. ഉമ്മ പുന്നാര മോൻ ഉമ്മാന്റെ. ഉമ്മ തരാനല്ല പറഞ്ഞത്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ചെത്തിയല്ലേ നടക്കണത്. ഓൻ ഒരു പ്രാവശ്യം ചെത്തിയതല്ലേ റംല, ഇനിയും ചെത്തണോ? ആ ചെത്തലല്ല, ഓന് പൂതി കാണൂലേ പളപളാ തിളങ്ങ ഡ്രസ്സ് കെട്ടോണ്ട് പോവാൻ. എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം. ഈ ഷർട്ടിലെ പല പല കളറിലുള്ള LED ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പളപള തിളങ്ങും. ഇതിന് പറയണു. വാപ്പച്ചി എന്റെ പ്രായത്തിൽ അടിച്ചു പൊളിച്ച് നടന്നിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണത്. പഠിച്ചോനെ അന്നോടി കല്ല് വെച്ചതോണം ആര് പറഞ്ഞു തരണം മുജീബേ? ഉമ്മ. അല്ലോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല. നമ്മുടെ അടുപ്പിൽ വെച്ചിരുന്ന കോഴി പിടിച്ചതും പത്തിരി എന്തരായാ എന്തോ. റംല, കാക്ക, ഈ എന്റെ പഴയ ആൽബത്തിലെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തല്ലേ ഓന്? നമ്മൾ കാണിച്ചു കൊടുത്തതല്ല, ഓന് കണ്ണോണ്ട് കണ്ടതല്ലേ. മുജീബേ, എന്റെ വാപ്പാടെ സ്ഥാനത്ത് നമ്മൾ പറയണം. അപ്പ അല്ലേ? അല്ല, അങ്ങനെങ്കിൽ ഈ ബഹുമാനെ കാണിച്ചിട്ട് ആ കുപ്പ ഇടാൻ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയതാണ് മുജീബേ. ഞമ്മക്ക് 5 സ്ലീവ് ഷർട്ട് തന്നെ വേണം. ഈ ഷർട്ടിൽ 5 സ്ലീവ് അല്ല 10 സ്ലീവ് വരെ മടക്കി വെക്കാം. ഇങ്ങനെ ഞമ്മക്ക് ബാഗി പാന്റും വേണോന്ന്. ആ, ഈ എപ്പോഴും ബാഗിൽ ഒരു പാന്റ് കരുതിയിരിക്കണം. മുണ്ട് എപ്പോഴും വേണോ അഴിഞ്ഞു വീഴാം. പറയാൻ പറ്റൂല ഞമ്മക്കേ. ബാഗിലെ പാന്റ് അല്ല ബാപ്പ, ബാഗി പാന്റ്, വീർത്തിരിക്കണ പാന്റ്. ആ സരസന്റെ മില്ലില് മുളകൊടി പൊടിപ്പിക്കാൻ നേരത്ത് വീർത്ത് വരണ തുണി പോലെ ഇരിക്കുന്ന സാധനമാണ് അത് തന്നെ ബാപ്പ. ഇക്കാര്യം നീ നേരത്തെ പറയാത്തെന്താ മുജീബേ? നമ്മളൊരു റേഷൻ കടക്കാരനല്ലേ? നമ്മളെ കടയിലെ 2 ചാക്കിടപ്പുണ്ട്. അതിന് തച്ചരാനൊക്കെ ഇട്ടോണ്ട് കാണാൻ നല്ല ചേലായിരിക്കും കാണാൻ. കളിക്കല്ലേ വാപ്പച്ചി, എനിക്ക് 4000 രൂപ തന്നാണി. ഓ വാപ്പാ, അല്ല പൈസ ചോദിക്കുമ്പോ എടുത്തരാനേ. ഈ നമ്മളെ ബാപ്പയാണല്ല. എന്നാ ഷർട്ടും പാന്റും വേണ്ട, ഞമ്മക്കൊരു സ്നീക്കേഴ്സ് വാങ്ങിച്ചു തരി. ആ, അത് വേണമെങ്കിൽ കടയിൽ പോയി 3 വാങ്ങിച്ചോ. പിന്നെ റംലയ്ക്ക് കൊടുക്കരുത്, ഓക്ക് ഷുഗർ ഉള്ളതാണ്. മനസ്സിലായില്ല? മറ്റേ മമ്മദ് ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന മുട്ടായി സ്നീക്കേഴ്സ് അതല്ലേ? സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കാലിമേടുന്ന ഷൂ. ആ ഷൂ അനക്ക് കഴിഞ്ഞ പെരുന്നാളിൽ നമ്മളൊരു ബൂട്ട് വാങ്ങിച്ചതല്ലേ മുജീബേ? അത് നമുക്ക് റബ്ബർ ടാപ്പിങ്ങിന് ഇട്ടോണ്ട് പോകാനുള്ള റബ്ബർ ഷൂ അല്ലേ വാപ്പാ? മുജീബേ, ഈ പ്രായത്തിൽ ഇത്ര ആഡംബരം പാടില്ല കേട്ടാ. എന്റെ പ്രായത്തിൽ നിങ്ങൾ റോളക്സിന്റെ വാച്ചും കെട്ടി ലൈറ്റ് എത്ര ഷൂ ഇട്ട് ആൽബത്തിൽ പുളന്നിരിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടല്ല. ഹോളെല്ലാം കാണിച്ചു കൊടുത്തിരിക്കണം. റംല, നമ്മളെ കോഴി പൊരിച്ചത് കരിഞ്ഞു പോയി. ഒരു പ്രാവശ്യം കൂടെ പൊരിക്കാൻ നിൽക്കണം. നമുക്കിപ്പോ വരാൻ പറ്റൂല. ഈ പൊരിച്ചിട്ട് കൊണ്ട് വരും കേട്ടാ. എന്നാ നമുക്ക് സ്നീക്കേഴ്സും വേണ്ട. ആട് 3 കാണാൻ പോവാനേ പൈസ തന്നാ മതി. 3 ആടിനെ കാണാൻ പൈസ വേണം മുജീബേ. ഏതിനാ? ജമുനപ്പ്യാരിയാ? അത് കുഞ്ചാക്കോപ്പന്റെ, ഇത് ജയസൂര്യന്റെ ആട്. ആടിന്റെ ആട്? ഞമ്മന്റെ ജയസൂര്യന്റെ ആട്. ആടിന്റെ പിടുക്ക കള്ള ശൈത്താനെ. അന്ന് ഈ ബൈക്കും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ നമ്മൾ ബൈക്കിലല്ലേ പോണാ. പിന്നെ മുസ്താഖാക്കന്റെ ബില്ലീസ് വണ്ടിയില് മുസ്താഖാക്കന്റെ ഇബിലീസ് ഇറങ്ങിയിട്ടുണ്ട്. റംല, അതോ നമ്മളെ പത്തിരിയും കരിഞ്ഞ്. ഒരു പ്രാവശ്യം കൂടെ ചുടട്ടെ. മുസ്താഖാക്ക വാപ്പ ഒന്നും കേക്കല്ല. മൂത്താപ്പാരെ ചിവിയിരിക്കണ ചെവിക്കായും തോണ്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു നോക്ക്, ചിലപ്പോ കേക്കും. അതല്ല, നമ്മളെ പ്ലാൻ ഒന്നും നടക്കൂലെന്ന്. മൂത്താപ്പാരത്ത് നമ്മളൊന്ന് പറഞ്ഞു നോക്കട്ടാ. എങ്കിൽ മഴയ്ക്ക് മുമ്പ് നിങ്ങളെ മയ്യത്ത് നിസ്കാരം നടത്താം. ഈ അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മുജീബേ? ഞമ്മക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി വില്ലീസ് വണ്ടിയുടെ ടയറൊക്കെ പുതുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യൂക്ക? എന്തായാലും മൂത്താപ്പ അന്നെ ഫാനിൽ കെട്ടി തൂക്കി കറക്കും. ഞമ്മളെ വേറെ ആരെയും വിളിച്ചോണ്ട് പോയിട്ട് വരാം. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. മുസ്താഖ് കാക്കല്ല, കൊക്ക്. കറണ്ട് ബില്ല് നേരത്തെ വന്ന എത്രയാണെന്തോ പടച്ചോനെ 3400 രൂപ. ഇത് നമ്മളെ പോരയില് തന്നെ, അത് എന്റെ പോരയിലതാ. ബില്ല് മാറിപ്പോയതാണ്. 7 പിഴയിലാണെങ്കിലും പൈസ അടച്ചില്ലെങ്കിൽ ഫീസ് വരും. അല്ലോ, റംല 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 റംല, ഇത് ആർക്ക് വേണ്ടി ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഓണാക്കി വെച്ചിരിക്കണ? നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണ്. നമ്മള് കുളി നിർത്തി. ഇത് കണ്ട കറണ്ട് ബില്ല് 350 രൂപ ഉള്ളൂ.
340 3400 റുപ്യ. അല്ലോ റൗണ്ട് ചെയ്ത് 4000 ആക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ വലിയ സഫിയാത്താക്കെ 5000 രൂപയാണ്. അവരെ പൊട്ടിക്കാൻ പറ്റിയില്ല നമുക്ക്. ഇവിടെ എന്തിനാ റംല കറണ്ട് ബില്ല് മത്സരം വല്ലതും നടക്കണ? നാളത്തോട് മിക്സിയും ഗ്രൈൻഡറും ഫ്രിഡ്ജൊന്നും ഓണാക്കരുത്. നമുക്കൊരു കാര്യം ചെയ്യാം. കറണ്ട് ബില്ലാരെ സോപ്പിട്ടാലേ. എങ്ങനെ സോപ്പിടാന്ന്? പെരുന്നാളിന് തന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് പത്തിരിയും കോഴി വെച്ചത് കൊണ്ടായി കൊടുക്കാം. പടച്ചോനെ, നാളെ മുതലേ ഫ്രിഡ്ജ് എടുത്ത് തോട്ടിക്കളയാ. അപ്പൊ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കും. നിന്റെ സഭയാത്താരെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം, അവര് ജയിക്കട്ടെന്ന്. അല്ലോ അവരെ മുമ്പിൽ തോറ്റെടുക്കാൻ നമ്മൾ സമ്മതിക്കൂല. മിണ്ടരുത്. ഇനി തൊട്ടേ വാഷിംഗ് മെഷീൻ ഒന്നും പ്രവർത്തിപ്പിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ആറ്റിൽ പോയാൽ കുളിക്കാൻ നിനക്കൊക്കെ ചെയ്യാം. വാഷിംഗ് മെഷീൻ മാറ്റാൻ പറ്റൂല. മുജീബിന്റെ ഷർട്ട് വാഷിംഗ് മെഷീൻ ഇല്ലാതെ കഴുകാൻ പറ്റൂല. അതെന്തിപ്പോ ശരിയാവാത്ത? ഓൻ കൈ കൊണ്ട് ഡ്രസ് തിരുമണ്ടേ? തിരുമൂല. ഓനെ നമ്മൾ തിരുമിച്ചോളാം. മുജീബേ, മുജീബേ. മുജീബേ, ഈ ഇത്ര കിടന്ന് കഷ്ടപ്പെടണോ? വാപ്പ അനക്കൊരു AC വാങ്ങിച്ച് വിറ്റ് ചെയ്ത് തരട്ടാ. ആ വാപ്പ, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. 2 ടണ്ണിന്റെ 5 സ്റ്റാർ AC തന്നെ ആയിക്കോട്ടെ. ദജ്ജാലേ, നീ ഇത് കണ്ടാ? പടച്ചോനെ, സിൽസില ഹോട്ടലിൽ മൂക്കുമുട്ട കേറ്റിന്റെ ബില്ലല്ലേ ഇത്? ഇത് നമ്മൾ കത്തിച്ചളഞ്ഞാണല്ല. വാപ്പാക്ക് ഇതെങ്ങനെ കിട്ടി? ഹോട്ടലിലെ ബില്ല്? അപ്പൊ ഇത് ബില്ലല്ലേ? കയ്യിലിരിക്കണ എന്തൊരു വാപ്പച്ചി? കറണ്ട് ബില്ല് 3400. അതിന് നമ്മളത് 4427 അല്ലേ? എന്തോന്ന് കൺസ്യൂമർ നമ്പർ? കള്ള സൂറ, കൺസ്യൂമർ നമ്പർ അല്ല ഇത്. കറണ്ട് ബില്ലിന്റെ എമൗണ്ട് 3400 3400 റുപ്യ. പടച്ചോനെ, ഇത്രയും കൂടായത് എന്തോന്ന്? വാപ്പ 4-5 ഫാൻ ഇട്ട് കിടക്കുമായിരുന്നാ? നാളെ തൊട്ട് ഈ ഫാൻ കണ്ടുവരും നമ്മള്. ഉമ്മ ഓടി വരും, വാപ്പ പുതിയ ഫാൻ വാങ്ങാൻ പോണ്. തന്നെ തന്നെ ഐഷയുടെ ഫാനാ ആറ്റും മുറുക്കിന്റെ ഫാനാ? ആട്ടും മുറുക്കല്ല, ആട്ടും പുഴുക്ക. നാളെ തൊട്ടേ ഈ ഫാനിലായിട്ടൊന്നും ആരും ഇട്ടു പോകരുത്. നമ്മളുടെ ജോലി ഒരു റേഷൻ കടക്കാരനാണ് നമ്മള്. പിന്നെ 2ാം ക്ലാസ് തോറ്റ് നിങ്ങളെ റേഷൻ കടയിലില്ലാതെ IPSന്റെ കസേര പിടിച്ചിരുത്തോ? അല്ലാ, എനിക്ക് ഇവളോട് സംസാരിച്ച് പിറന്തളരണം. ഉമ്മ, വാപ്പാക്ക് പിറം തളരണമെന്ന് ഫാൻ ഇടി. ഫാനിന്റെ കൈ വിട്ട് ഞാൻ. എന്നാ ഫാൻ ഇടണ്ട, വാപ്പ തളർന്ന് വീഴട്ട്. ഹലോ, എന്ത് സുമയ്യ? ഓ, പിന്നെ ഇന്നും കൂടെ നമുക്ക് ഈ വീട് ഇങ്ങനെ കാണാൻ പറ്റും. നാളെ തൊട്ട് തല കുത്തിയായിരിക്കും നിൽക്കണത്. സുമയ്യ മാമി വീട് തല തിരിഞ്ഞ് മുസ്താഖാക്ക വരണ വാപ്പ. തലകുത്തി നിൽക്കരുത് പറഞ്ഞപ്പോ തല തിരിഞ്ഞവന് മനസ്സിലായി അല്ലേ? ഓ, ലഭം വരണ്. അല്ലാ, ഓനെ കണ്ടിട്ട് എത്ര നാളെയെന്ന് നമ്മൾ ഇന്നലെ വിചാരിച്ചതേ ഉള്ളൂ. പടച്ചോ നമ്മളെ വിളി കേട്ട്. അത് വല്ലാത്ത വിളിയായി പോയി റബ്ല. മുസ്താഖാക്ക വരണേ. മുസ്താഖാക്ക വരണേ. വെള്ളയില്ലാത്ത ഈ വേനൽക്കാലത്ത് ഈ ശൈത്ത എന്തിനു കാണിക്കണ? മുജീബ, ഈ എന്തിനു കാണിക്കണത്? വാപ്പ, ഈ ചെടികളൊക്കെ പുഷ്ടിക്കണമെങ്കിൽ കിണറ്റിലെ മൊത്തം വെള്ളം ഒഴിക്കണം. എന്നാ പിന്നെ ചെടികളെല്ലാം കൊടുത്തേ നമുക്ക് കടലിൽ കൊണ്ട് മുക്കി വെച്ചാലാ? നോമ്പ് കാലത്ത് വാപ്പച്ചിയുടെ ഒരു തമാശ. മുസ്താഖ് കാക്ക. ആ, ഹിമാർ എത്തിയ മൂത്താപ്പ. മുജീബേ, മുസ്താഖൊക്കെ എത്തിയടാ. വന്നതുപോലെ തിരിച്ചു പോകാൻ പറ്റുമോ? കാക്ക, നിങ്ങൾ എപ്പോഴും വല വണ്ടി എടുത്ത് വരണ വഴിക്ക് നമ്മളെ ജംഗ്ഷനിൽ നിന്ന് എടുത്ത ജംഗ്ഷനിലെ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാ? ഇല്ല മൂത്താപ്പ, ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴേ ജംഗ്ഷനിൽ ഇങ്ങോട്ടൊരു ഓട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഏതോ ഒരുത്തന്നെ വല ഇരുന്ന് അതും എടുത്തോണ്ട് വന്ന്. കട്ടതാ? കട്ടതൊന്നും അല്ല, ആരും അറിയാതെ എടുത്തോണ്ട് വന്നു. ഉടമസ്ഥൻ തിരക്കി വരൂലേ? ഉടമസ്ഥൻ തിരക്കി വന്നാൽ തന്നെ എന്റെ മൂത്താപ്പ കല്ലേ പോലെ നിക്കയല്ലേ? അല്ലേ മൂത്താപ്പ? മൂത്താപ്പാന്റെ മൂത്രത്തി കല്ല് ഇടത് സ്ഥലത്ത് തിരിച്ചുകൊണ്ട് പോയി താനെ. ഓ മാൻ. മുജീബേ, ഈ കേരള നമുക്ക് ഈ വണ്ടി തിരിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കാം. ഈ ചാടിക്കയറി ഇത് എവിടെ പോണ്? മുസ്താഖാക്കയുടെ കൂടെ സർക്കിട്ട് അടിക്കാൻ. അപ്പൊ വെള്ളം ഇവിടെ ആര് ഒഴിക്കും? എന്താണ് മൂത്താബ്സ്, ഓൻ എന്റെ കൂടെ അല്ലേ വരുന്നത്? വേറെ ആരോടെ പോണെന്ന് ഞമ്മക്ക് കുഴപ്പമില്ല. എൻ്റെ കൂടെ വരുന്നതാണ് ഞമ്മക്ക് പേടി. ഓഹോ, അങ്ങനെയാണല്ലേ? മുജീബെ, പിടിച്ചിരുന്നോടാ. ഇവനെ കൊണ്ട് പോയിട്ടേ ഞാൻ പറഞ്ഞോളൂ. മക്കളെ, അന്നെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ ഈ മൂത്തുമ്മ? മുത്തുമാസ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ലല്ലോ. ഇടം കണ്ടിട്ട് നോക്കണ്ട, ഞമ്മക്ക് അന്നെ ഇഷ്ടമല്ല. ഈ അങ്ങനെ ഓരോ വേരത്തെ ഒപ്പിച്ചു കൂട്ടണ. മൂത്തുമ്മ, നിങ്ങൾ എന്നെ പറയും, നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇല്ലാതെ വരുമ്പം ATM-ന്ന് പൈസ തരണ തെറ്റാണാ?
എന്തൊരു തെറ്റ്? അത് ആരെ ATM എന്നും കൂടി ചോദ്യം റംല. ആരാ ATM? വാപ്പാരെ ATM. ആ സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? വാപ്പ തന്നെ അല്ലേ? പൈസ എടുത്ത ഞാൻ കള്ളനായി. പാവം മുസ്താഖ്. നമ്മളെ വില്ലീസ് വണ്ടിയിൽ അലോവിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വാപ്പാരത്ത് പൈസ ചോദിച്ചപ്പോ വാപ്പ തന്നില്ല. നമ്മളുമാരെ മോതിരെടുത്ത് പണയം വെച്ച്. തെറ്റാണ്? ഒരിക്കലും ഇല്ല. റാഹത്തായ കാര്യമാണ് ഇതൊക്കെ ചെയ്യണത്. സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി വെക്കണം. മുസ്താഖെ, അനക്ക് എങ്ങനെ മനസ്സുകൊണ്ട് ഈ ബലത്തരങ്ങളൊക്കെ ഒപ്പിക്കാൻ? അതിന് ബാപ്പാക്ക് എന്തിനറിയാം? ബില്ലീസ് വണ്ടിയിൽ അലോയ് വീലൊക്കെ ഇട്ട് സ്പോയിലറൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ വെച്ച് വരുമ്പോ കണ്ടിട്ടുണ്ട്. മൊഞ്ചാണ്. കള്ള ശൈത്താനെ കൊഞ്ചുപോലത്തെ മൂഞ്ചി വെച്ച് ഭർത്താനും പറഞ്ഞാലാണ്. ഉള്ളത് പറയാലോ മൂത്തുമാസ്, നമ്മളെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളെ സമാധാനം പോയി. ഇവിടെ ആകുമ്പോ മൂത്തുമുണ്ട്, മുജീബുണ്ട്, എന്റെ ചെലവ് നോക്കാൻ മൂത്താപ്പ ഉണ്ട്. അല്ലേ മൂത്താപ്പ? ചെലവ് നോക്കൂല, ചെലവൊക്കെ എറിഞ്ഞിട്ട് പറഞ്ഞാ കേട്ടില്ലേക്ക്. എന്നാ പിന്നെ കുറെ ചെലവ് വേണ്ടി വരും. വാപ്പച്ചെ വിറ്റ പൈസ മുസ്താഖയുടെ കയ്യിലുണ്ട്. അനക്ക് നോമ്പുണ്ടടാ? അതിന് നോമ്പ് തുടങ്ങിയാന്ന് ഇവിടെ തീരാറയായി. ഇനിയിപ്പോ അടുത്ത കൊല്ലം തൊട്ട് പിടിക്കാൻ മൂത്താപ്പ. ആദ്യം തൊട്ട് പിടിച്ചില്ലെങ്കിലേ നമുക്ക് ആ ഫ്ലോ കിട്ടൂല. റംല, ഈ ഒന്ന് കരുതിയിരുന്നോ? നമ്മളെപ്പോഴും കരുതി തന്നെ ഇരിക്കണത്. ഓന് കൊടുക്കാനേ 2 പത്തിരിയും കോഴി പൊരിച്ചത് എക്സ്ട്രാ പൊരിച്ചു വെച്ചിട്ടുണ്ട്. അതിനോട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഈ പോയി പത്തിരി പരത്തി അതേ എനക്കറിയാവൂ. ആര് പറഞ്ഞു? നമ്മൾ നെച്ചോറ് നിലയിൽ വെക്കൂല. നിങ്ങളെ ബസ്മതി റൈസ് വാങ്ങിച്ചോണ്ടുവരും, നമ്മൾ വെച്ച് തരാം. കള്ളസൂർ. മുജീബെ, മുസ്താഖ് ഇപ്രാവശ്യം ഒരു പുതിയ പദ്ധതിയാണ് വന്നിരിക്കുന്നത്. ചോക്ക് മാർക്കറ്റ്. ഈ ഇപ്പോൾ 3 ലക്ഷം രൂപ എൻ്റെ തന്ന അടുത്ത ആഴ്ച അത് 10 ലക്ഷമായിട്ട് അനക്ക് ഞാൻ തിരിച്ചു തരും. നിങ്ങൾക്ക് ഇപ്പൊ 3 ലക്ഷം രൂപ ഞാൻ തന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ അത് 10 ലക്ഷം ആക്കി എനിക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ ഞമ്മളെ വാപ്പ 10 ലൂരി അടിച്ച് 10 കഷ്ണമാക്കി പരലോകത്തോട്ട് അയക്കും. മുജീബെ, നമ്മളൊരു ബിസിനസ്സുകാരനായോട് പറയുന്ന വിചാരിക്കരുത്. നമ്മുടെ ബിസിനസ് കാര്യത്തിൽ ബാപ്പമാരെ ഇൻസൾട്ട് ചെയ്യരുത്. ഭയങ്കര ഇടങ്ങേറാണ്. എന്നാലും എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ബാപ്പ അല്ലേക്കാ. എന്നിട്ട് നീ എന്തായി? മുജീബെ, അന്നെ നൈറ്റ് പാർട്ടിക്കും പബ്ബിനും കൂത്താടാൻ വിടാത്ത മൂത്താപ്പ ഈ ന്യായീകരിക്കുന്നത് അത് തെറ്റാണ്. അത് ഞാൻ ആര് മൂത്താക്കിയാലും പറയും, മൂത്താപ്പരെ മൂത്താക്കിയാലും ഞാൻ പറയും. ഞാൻ ചുമ്മാ പറഞ്ഞ നമ്മൾ ട്രെയില് നോക്കിയത്. എന്തൊക്കെ ആയാലും പൈസക്ക് പൈസ തന്നെ വേണ്ടേ? പൈസ വേണമെന്ന് തന്നെ നമ്മൾ പറഞ്ഞ ആധാരായാലും മതി. ഈ വീടിന്റെ ആധാരം ഇവിടെ ഇരിക്കണം. ആധാരാഫീസിലല്ലേ? ഷെയ്ത്താനെ മൂത്താപ്പരെ കട്ടിന്റെ അടിയില്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നമ്മൾ വന്നപ്പോ തപ്പി നോക്കി. ഉടച്ചോനെ കള്ളനെയാണല്ലോ കാക്കാന്ന് വിളിച്ച് വീട്ടിന്റെ അകത്ത് കയറ്റിയത്. ഹിക്കച്ചി ആധാരമൊക്കെ എടുക്കണോ? ആധാരം എടുക്കണോന്ന് ആര് പറഞ്ഞു മുജീബേ? അപ്പൊ എടുക്കണ്ടേ? വേണ്ട, കക്കാൻ നമുക്ക്. മൂത്താപ്പ നല്ല ഉറക്കത്തിലാണ്. മുജീബേ, കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയിരുന്നെങ്കിൽ മൂത്താപ്പ പിടിക്കാൻ നേരത്തെ വഴുതി പോവാൻ തേച്ച് നിൽക്കായിരുന്നു. പടച്ചോനെ, അപ്പൊ ഇത് നിങ്ങളുടെ ആദ്യത്തെ പരിപാടിയല്ല. അള്ളാഹ് ഒന്ന് കാണാനും വയ്യല്ല, ലൈറ്റ് ഇല്ലാത്തോണ്ട്. ഇപ്പൊ ശരിയാക്കി തരാ. ഇപ്പൊ കാണാൻ പറ്റണ? മുജീബേ, മൂത്താപ്പ മുജീബേ ആവിയായി പോയാ. മൂത്താപ്പ, അസ്സലാമു അലൈക്കും. എന്താടാ മുഷ്താഖെ ഈ നേരത്ത്? ഞമ്മള് മുസല്ല തപ്പി ഇറങ്ങിയത് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയേ. രാത്രി 12 മണിക്കാ എൻ്റെ സുബഹി നിസ്കാരം. നമ്മളെ ഫോണിലെ ക്ലോക്കിൽ ഓസ്ട്രേലിയൻ ടൈമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ 5 മണിക്കൂർ താമസമാണ്. അതാണ്. പോട്ടെ മൂത്താപ്പ എപ്പോ കിടന്നുറങ്ങും? ഇനി ഞമ്മക്ക് അങ്ങോട്ടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് മുഷ്താഖെ. കള്ളന്മാരെ ശല്യമുണ്ടേ. കള്ളന്മാരെ കണ്ട ചതയ്ക്കണം. അതൊന്നും വേണ്ട, ഞമ്മള് മയ്യത്താക്കിക്കോളാവോന. റംല, ഇയൊന്ന് വിശ്വസിരി. ഓൻ നമ്മളെ റൂമിൽ കയറിയെന്ന്. നമ്മള് വിശ്വസിക്കൂല. എന്റെ മോനെ പോലെയാണ് മുസ്താഖ്. ഓൻ അങ്ങനെയൊന്നും ചെയ്യൂല. ഓനൊരു ബെടുക്കൂസാണ്. ഞമ്മള് ബെടുക്കൂസം തന്നെ മൂത്താപ്പ. പക്ഷേ നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അപ്പൊ എത്രയും നാളെ എന്റെ വാപ്പാക്ക് കൊടുത്ത ദ്രോഹമല്ല എന്തൊരു ചക്കര ഉമ്മേ. കഴിഞ്ഞ നോമ്പിന് വന്നതല്ലേ നമ്മുടെ മൂത്തുമായ മൂത്താപ്പായും കണ്ടിട്ട് പോവാൻ നമ്മൾ കൊതിപൂണ്ട് വന്നതാണ്. കൊതിപൂണ്ട് നമ്മളെക്കടുത്ത് കഴിക്കാത്തത് നന്നായി. മോനെ മുസ്താഖെ, അന്റെ മൂത്താപ്പ ഒരു വിവരമില്ലാത്തവനാണ്. അത് ഈ കാര്യാക്കണ്ട. റംല, ഇല്ല മൂത്തുമ്മ, ഈ മുസ്താഖ് പോണം. ഇനി ഇങ്ങോട്ട് വരേയില്ല. ശരി മൂത്താപ്പ, എന്നാ മകളെ പോവല്ലേ, മൂത്തുമ്മയാണ് പറയണത്. പോണെങ്കി പോട്ട് റംല. ഇയ്യേ ഇന്ന് കഴിക്കാനുള്ള പത്തിരി ഉണ്ടാക്കിയാണ്. എന്റെ മുസ്താഖ് ചെറുക്കൻ അടുപ്പ് ഓണാക്കിയതാണല്ല. ഇതെന്ത് ഓണാവത്ത? ഗ്യാസ് തീർന്നാ? ഹലോ, കുട്ടി
കുറ്റി കാണാനില്ല. കുറ്റി കാണാനില്ലെന്നാ? ഈ നല്ലതുപോലെ നോക്കിയാണ്. നല്ലപോലെ നോക്കാൻ ഗ്യാസ് കുറ്റി കുടിച്ചിരിക്കണം. പടച്ചൂരി സ്വർണ്ണത്തേക്കാൾ വിലയുള്ള സാധനമാണ് ഇറങ്ങി ഓടിയാന്തോ. മുജീബെ, ലക്ഷങ്ങൾ വില പറഞ്ഞ സാധനമാണ്, മുറുക്ക പിടിച്ചോ. ഞാൻ വാപ്പായെ കണ്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞാക്ക. ഈ സലാമും പറഞ്ഞ് സലീമിനെ കണ്ടിട്ട് വാ ശൈത്താനെ.